എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് അതേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പലപ്പോഴും നാം ഓർക്കും ഇത് തീരുകയില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ മരുഭൂയാത്രയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് ഓർപ്പിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ പാട്ട് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ തട്ടിച്ചു നോക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നുപോയി അർദ്ധരാത്രികളൊക്കെ എഴുന്നേറ്റിരുന്ന സങ്കടപ്പെട്ട് എന്ത് ഇതിന് പരിധികളുണ്ടാവും. കൈകളെ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് ഉത്തരം തരും. അത് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. നിങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ അമരത്തുണ്ട്, ഭയപ്പെടേണ്ട. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നന്നായി അറിയുന്ന കർത്താവാണ്. ആ കർത്താവ് മേഘത്തിൽ വരുവാൻ പോകുകയാണ്. അതാണല്ലോ നമ്മുടെ ആശയും നമ്മുടെ പ്രാർത്ഥനയും അതാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ നാം കാത്തിരിക്കുന്നത്. അല്പനേരത്തേക്കുള്ള ഈ ലോകത്തിലെ ജീവിതത്തിൽ വിട്ടുപിരിഞ്ഞ് നാം കർത്താവിനൂടെ ആയിരിക്കാൻ പോകുകയാണ്. അത് ഉറപ്പിക്കുന്ന ഒരു പ്രത്യാശയുടെ പാട്ട് പാടാം. ഹല്ലേലൂയ. വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദ പരമാനന്ദം പ്രഭോ. എന്നു മേഘെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഏറ്റതാൽ വാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി. കേളരി കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാൻ ശോഭയുള്ളവൾ. ലോകവയിലേറ്റതാൽ വാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി. കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ാരോനിലെ പനിനിർപ്പൂ താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളെന്നിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാൻ കാന്തയെ ചേർപ്പാൻ. ാരോനിലെ പനിനിർപ്പൂ താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളെന്നിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കണ്ണുനീരില്ലാത്ത ശോകമില്ലാത്ത വീട്ടിൽ നമ്മെ വന്ന് ചേർക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. ആർത്തിയോടെ പാർത്തിരിക്കുന്ന
നമ്മളെ ചേർക്കുവാൻ വേഗം വരാൻ കഴിയാം. ഹല്ലേലൂയ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി പാർത്തിടുന്ന കാന്തേ, ചേർത്തിടുവാൻ എന്തു താമസം. ഇല്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയാൽ പാർത്തിടുന്ന കാന്തയെ, ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മളോട് സാക്ഷ്യം പറയുവാനായി, അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ സുനില വർഗീസ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അനേക വർഷങ്ങളായി അവര് ബാംഗ്ലൂരിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളുകൾക്ക് മുമ്പേ പാസ്റ്റർ ജോൺ വർഗീസ് അബുദാബിയിലും തന്റെ ഔദ്യോഗിക ജീവിതത്തോടനുബന്ധിച്ച് അബുദാബിയിലും പിന്നെ കുറച്ചുനാൾ ദുബായിലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഒരു 7 വർഷത്തോളം കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ഒരു ചർച്ചിന്റെ പാസ്റ്ററായി ഇരിക്കുവാൻ, അനേകരോട് സുവിശേഷം ഷെയർ ചെയ്യുവാനൊക്കെയും കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. എന്നാൽ വളരെ ആകസ്മികമായി ഈ ലോകത്ത് നിന്ന് വേർപെടുവാനിടയായി. പക്ഷേ ആ സമയത്തും ധൈര്യത്തോടു കൂടെ സിറ്റുവേഷൻ എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് അനേകം പ്രതിബന്ധങ്ങളിലൂടെയാണ് കടന്നു പോയതെങ്കിലും ആ സമയത്ത് പാസ്റ്റർ മരിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളും പഠിക്കുകയായിരുന്നു. എന്നാൽ അമ്മാമ്മയ്ക്ക് ജോലിയും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ എല്ലാം ശക്തമായി കർത്താവിന്റെ ആലോചന കൊടുത്ത്, കർത്താവിന്റെ സാമീപ്യം കൊടുത്ത് നിലനിർത്തുകയും ശക്തമായി ഇപ്പോൾ യുവജനങ്ങൾക്കിടയിൽ, ലേഡീസിന്റെ ഇടയിൽ ബെതസ്ത ലേഡീസ് ഫെലോഷിപ്പ് എന്നൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ട് ശക്തമായി കർത്താവ് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ലൈഫിൽ നിന്ന് ദൈവം എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 17 വർഷങ്ങൾ പാസ്റ്റർ ജോൺ വർഗീസ് ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് എത്രത്തോളമാണ്, എങ്ങനെയാണ് നടത്തിയതെന്ന് തന്റെ അനുഭവത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാനായി സിസ്റ്റർ സുനില നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. നമുക്ക് ആ സാക്ഷ്യം ശ്രവിക്കാം. സിസ്റ്റർ സുനില, we welcome you. Yeah. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പകൽക്കാലം ഇന്ത്യൻ ടൈം രാവിലെ ഈ സമയം ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കയറിയ എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്ത മാത്യു പാസ്റ്റർ, അതുപോലെ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ഷേർലി സിസ്റ്റർ, എല്ലാവരോടുമുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ മിറക്കിൾസ് ഹാൻഡ് ഓഫ് ജീസസ് ഈ ഒരു സൂമിലേക്ക് അല്ലെങ്കിൽ കടന്നു വരുവാൻ എനിക്കും ഒരു അവസരം കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് ടെസ്റ്റ് മണി പറയണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 7:15 വരെയാണെന്ന് തോന്നുന്നു എന്റെ ടൈം. എന്നാൽ ഹല്ലേലൂയ, എനിക്ക് പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ, കാരണം അറിയാമല്ലോ
ഈ 17 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യമല്ല, ഒത്തിരിയും കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ടെസ്റ്റിമണി നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വചനം എടുക്കുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരുടെയും ഉള്ളിൽ ക്ഷീണം വരുമല്ലേ? ക്ഷീണം വരാത്തവരാരുമില്ല. ശാരീരിക ക്ഷീണം, മാനസികമായ ക്ഷീണം, അല്ലെങ്കിൽ ഭൗതികമായ ക്ഷീണം, പല വിധത്തിൽ ക്ഷീണം വരും. പക്ഷേ ആ ക്ഷീണത്തിന്റെ നടുവിലും മടുപ്പ് വരാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിട്ട് പറയും, മതി യഹോവേ മതി, എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയുന്നുണ്ട്, ഭൂമിയുടെ അറ്റത്തു നിന്ന് നിലവിളിക്കുമ്പോൾ അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തുന്ന ഒരു കർത്താവ്. പ്രിയ ദൈവമക്കളെ, ക്ഷീണം വരുമ്പോഴും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏത് വിധത്തിലുള്ള ക്ഷീണമാണോ അതിനെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. എത്ര ഉന്നതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, പ്രൈസ് ദി ലോർഡ്, ആ ക്ഷീണം നമുക്കുണ്ടാകാം. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ പൈതലിനെ ശക്തനാക്കുവാൻ, ബലപ്പെടുത്തുവാൻ, നമ്മുടെ ക്ഷീണം മാറ്റുവാൻ, നമ്മുടെ തളർച്ചകളെ മാറ്റുവാൻ, നമ്മളെ മുന്നോട്ട് നടത്തുവാൻ ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചന ശുശ്രൂഷ അല്ലല്ലോ എന്റെ ടെസ്റ്റിമണി ആണല്ലോ. ഞാൻ വേഗത്തില് എന്റെ ടെസ്റ്റിമണിയിലേക്ക് കയറുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഹല്ലേലൂയ കോഴഞ്ചേരി എന്ന സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഞങ്ങൾ 5 പെമ്പിള്ളാരാണ്. ഞാൻ 5ാമത്തേതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മുന്നോട്ട് പോയി. 88-ല് എന്റെ മാതാവ് ഒരു രോഗിയൊക്കെ ആയി. അങ്ങനെ എന്റെ വിവാഹം വേഗത്തിൽ തന്നെ, ഹല്ലേലൂയ, 19ാമത്തെ വയസ്സിൽ തന്നെ എന്റെ വിവാഹം നടന്നു. 88-ൽ എന്റെ വിവാഹം നടന്നു. എന്നാൽ എന്റെ പിതാവ് ബിസിനസ്സുകാരനായത് കാരണം ഞങ്ങളെ ആ ബിസിനസ് ഏൽപ്പിച്ചു. അതായത് കോഴഞ്ചേരിയില് ഒരു ബേക്കറി ആയിരുന്നു, ഫാൻസി ബേക്കറി എന്ന് പറഞ്ഞ ഒരു ബേക്കറി ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ എന്റെ പിതാവ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സാ. പക്ഷെ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞ് 3 വർഷം മാത്രമേ ഞങ്ങൾ അത് ചെയ്തുള്ളൂ. കാരണം ആ 3 വർഷം ചെയ്തുകൊണ്ടിരുന്ന സമയം അത്തിക്കയത്തു നിന്ന്, ഞങ്ങളൊന്നും അർത്ഥമായില്ല, അത്തിക്കയത്തിൽ നിന്ന് ഒരു ഉപദേശി ഈ കടയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്റെ എന്റെ മദർലോയുടെ അടുത്ത് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഈ മോൻ ബിസിനസ് ചെയ്യേണ്ടവനല്ല, കർത്താവിന്റെ വേലയ്ക്കുള്ളവനാ. പക്ഷെ അന്ന് കർത്താവിന്റെ വേലയെന്നോ അതൊന്നും നമുക്കറിയത്തില്ലല്ലോ. പക്ഷെ 3 വർഷം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞങ്ങൾ 5 സഹോദരിമാരെയും കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ വീട് വെച്ചു. എല്ലാ കാര്യങ്ങളും പിതാവ് നന്നായി ചെയ്തതാ. പക്ഷെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ് പൊട്ടുവാനിടയായി. 1.5 ലക്ഷം രൂപ കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാരപ്പെട്ടു. എന്റെ ഓരോ ആഭരണങ്ങളും ഹല്ലേലൂയ പണയം വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്റെ മദർലോയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ബഹറിലുണ്ട്. ഹസ്ബൻഡ് ചോദിച്ചു, അച്ഛാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? അങ്ങനെ ബഹറിൽ പോയതാണ്. ഹല്ലേലൂയ. അങ്ങനെ ബഹറിൽ കടന്നുപോയി. ഹല്ലേലൂയ. ജോലി കിട്ടും, പോകും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഷോർട്ടായിട്ട് പറയുക, അവിടുന്ന് അബുദാബിയിൽ വന്നു. അബുദാബിയിൽ വന്ന് ഹല്ലേലൂയ പ്രിയ ദേവദാസൻ ജോലിക്ക് കയറി. ചെറിയ സാലറിയാ. ചില സമയത്ത് ആ ജോലി പോകും, അടുത്ത ജോലിക്ക് കയറും. അവിടെയും ഹല്ലേലൂയ കാറ്റിനാൽ ഹല്ലേലൂയ വലയുന്നതായ അനുഭവങ്ങളായിരുന്നു. അവിടെ തന്റെ ദാസന് 94-ല് 94-ല് താൻ അവിടെ വെച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനിടയായി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ BBSൽ വെച്ച് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മർത്തവുമായുടെ ചെറിയൊരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാ. പക്ഷെ പിന്നീട് അല്ലെങ്കിൽ പെന്തിക്കോസ് ഒരു അനുഭവം അല്ലാത്തത് കാരണം അല്ലെങ്കിൽ പിന്നീടുള്ള കോളേജ്
ജീവിതത്തിലേക്കൊക്കെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ എന്റെ ആ രക്ഷയിൽ നിൽക്കാൻ അല്ലെങ്കിൽ ആ അഭിഷേകത്തിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഹസ്ബൻഡ് ഹല്ലേലൂയ അബുദാബിയിൽ പാസ്റ്റർ MC ചാക്കോച്ചന്റെ കൈ കീഴില് 94 ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനിടയായി. അന്ന് ഞാനും ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളും ബാംഗ്ലൂരിലാണ്. എന്നോട് വിളിച്ചു പറഞ്ഞു, പക്ഷെ എനിക്കത് അത്ര പ്രയാസമായിട്ട് ഞാൻ പോയില്ല. 1995 എന്റെ രണ്ടാമത്തെ പൈതൽ ജനിച്ച് 15 ദിവസമായപ്പോൾ അബുദാബിയിൽ വെച്ച് എന്റെ ഹസ്ബൻഡിന് ആദ്യമായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. അന്ന് ഡോക്ടേഴ്സ് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഹല്ലേലൂയ ഈ പറഞ്ഞ MC ചാക്കോച്ചൻ ICUവിലോട്ട് കയറി ദേവദാസ് എന്റെ ഹസ്ബൻഡിനെ ഹല്ലേലൂയ തൊട്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ബോധം ഹല്ലേലൂയ തെളിയുവാനും ഹല്ലേലൂയ താൻ മടങ്ങി വരുവാനും ഇടയായി. എന്നാൽ ഹല്ലേലൂയ മടങ്ങി ഭവനത്തിൽ കടന്നു വന്ന് താൻ ചില ദിവസങ്ങളില് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവസന്നിധി തീരുമാനമെടുത്തു. കാരണം ഒരു കൈ നിറച്ച് ഹല്ലേലൂയ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഭർത്താവിനോട് പറഞ്ഞു, അന്ന് 34 വയസ്സങ്ങാണ്ടേ ഉള്ളൂ, ഈ ചെറുപ്രായത്തില് ഇത്രയും മരുന്ന് കൊണ്ട് ഞാൻ പോകാനോ ഇല്ല. പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തിട്ട് ആ മരുന്നെല്ലാം താൻ ഉപേക്ഷിക്കുവാനിടയായി. അതിനുശേഷം വീണ്ടും ജോലിക്ക് കടന്നുപോയി. ഹസ്ബൻഡിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു ചെല്ലണമെന്ന്. അങ്ങനെ 96 പ്രൈസ് ദി ലോർഡ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അബുദാബിയുടെ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുവാനിടയായി. എന്റെ മൂത്ത പൈതല് അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലേക്ക് കയറി. കൊച്ചു മോന് 1ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ കടന്നു ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹസ്ബൻഡിന് സാലറി എന്ന് പറയുന്നത് തീരെ ചെറിയ സാലറിയേ ഉള്ളൂ. ആ സാലറി കൊണ്ട് എന്റെ തലമുറകളെയും അവിടെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ കഷ്ടതയിൽ കൂടി, ബുദ്ധിമുട്ടിൽ കൂടി, ഞെരുക്കത്തിൽ കൂടി ഒക്കെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അവിടെ കടന്നു ചെന്ന് ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ മർത്തോമയിൽ പോകാം, അല്ലെങ്കിൽ എന്റെ കൂടെ വരാം. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ചർച്ചിൽ കടന്നു പോകുവാനിടയായി. അവിടെ നിന്ന് ഹല്ലേലൂയ നമുക്കറിയാമല്ലോ, ചെല്ലുന്നുടനെ അവിടെ ഒരു OC ബേച്ചാൻ ഉണ്ടായിരുന്നു, ഒരു റോസമ്മാമ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്നോട് ഹല്ലേലൂയ സ്നാനത്തെ കുറിച്ച് പറയുവാനിടയായി. അവിടുന്ന് എന്റെ ഹസ്ബൻഡ് 3 ദിവസം ഭവനത്തിനകത്ത് മീറ്റിംഗ് വെച്ചു. ഹല്ലേലൂയ അങ്ങനെ മീറ്റിംഗ് വെച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. ഒരു സൈഡിൽ കൂടെ പിശാച് പറയും, നീ മർത്തോമയിൽ തന്നെ നിൽക്കുകയല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല നീ. അന്ന് ഞാൻ പ്രാർത്ഥിക്കും, ദൈവവചനം പെട്ടെന്ന് വാചനം വായിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ഇതിനകത്തോട്ട് വന്നിട്ട് പല കാര്യങ്ങൾ എന്നെ എടുത്തു കാണിക്കുക. പക്ഷേ ഒരു സൈഡിൽ എനിക്ക് ഹല്ലേലൂയ സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭയങ്കര തലവേദന. അന്ന് അവിടെ IPCയില് MC ചാക്കോച്ചന്റെ ഹല്ലേലൂയ മീറ്റിംഗിൽ തന്നെ വ്യാഴാഴ്ച രാത്രിയിൽ ഒരു രാത്രി നൈറ്റ് പ്രയർ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ഒന്നും എനിക്ക് ഭവനത്തിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു ദിവസം ഈ ഉപവാസം ഈ പ്രാർത്ഥനയില് OC ബേച്ചാനും അമ്മാമ്മയും വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ രാത്രിയിൽ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ഞാൻ ഇതിനകത്ത് വന്നിട്ട് എന്താ കാര്യം, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാ പോരെ, ഹല്ലേലൂയ ഞാൻ എത്ര പറഞ്ഞാലും എന്നെ ഈ കെട്ടുതാലി പറിച്ചു കളയത്തില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയുവാനിടയായി. എന്നാൽ OC അച്ഛൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ട് സിസ്റ്റർ ഇപ്പോൾ സ്നാനപ്പെടാതിരിക്കുന്നതാ നല്ലത് എന്നോട് പറയുവാനിടയായി. എന്നാൽ ഞാൻ ഹല്ലേലൂയ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നീ മനുഷ്യനെ നോക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. പെട്ടെന്ന് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ 96 സെപ്റ്റംബറില് ഹല്ലേലൂയ MC ചാക്കോച്ചന്റെ കൈക്കീഴില് ഞാനും സ്നാനപ്പെടുവാനിടയായി. പ്രിയ ദൈവമക്കളെ, അതിനുശേഷമാണെങ്കിൽ 3 വർഷമേ ഞാൻ 99 വരെ അവിടെ നിന്നുള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടി, ഞെരുക്കത്തിൽ കൂടി. ഇതിന്റെ ഇടയിൽ എന്റെ പിതാവ് ഇവിടെ ബാംഗ്ലൂരിൽ മരിച്ചു. എനിക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് വന്നു. അങ്ങനെയൊക്കെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയി. 99 ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മർത്തോമ ചർച്ചിൽ നിന്നാണ് പോയത്. ഇവിടുന്ന് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ മത്തിക്കര എന്ന് പറഞ്ഞ ആ ഹല്ലേലൂയ സ്ഥലത്ത് ഒരു IPC ചർച്ചിൽ കടന്നു വരികയാണ്. അവിടെ അന്ന് ഹല്ലേലൂയ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഇന്നിവിടെ IPC കർണാടക സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ വർഗീസ് ഫിലിപ്പ് ദേവദാസനാണ്. പ്രൈസ് ലോർഡ്. പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾ എത്ര ജോലി ചെയ്താലും
നിങ്ങളുടെ കടം കൂടുകയല്ലാതെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതല്ലാതെ ഇതിനകത്തൊരു മാറ്റമില്ല. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം കർത്താവിന്റെ വേലയാ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ 1.5 ലക്ഷം രൂപ കടം വീട്ടാൻ പോയതല്ലേ, ഇന്ന് ഞങ്ങളുടെ കടം എത്ര ആണെന്ന് അറിയാമോ? 8 ലക്ഷം രൂപയാ. പാസ്റ്റർ പറഞ്ഞു, അതൊന്നും സാരമില്ല, ബ്രദറിനോട് വിളിച്ചു പറ, അവിടെ ചർച്ചിൽ സാക്ഷി പറയാൻ. അന്ന് ഞങ്ങള് ദുബൈയിൽ ഗർസീം ബാസിന്റെ ചർച്ചിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ദുബൈ വന്നു. ഞാൻ പറഞ്ഞല്ലോ, മാറി മാറി അല്ലെങ്കിൽ ജോലി പോകും, ജോലി കിട്ടും, കിട്ടുന്ന സാലറി തീരെ ചെറുത്, അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, കർത്താവ് എന്നോട് സംസാരിക്കാതെ ഞാൻ ഒരു കാര്യം തീരുമാനമെടുക്കത്തില്ല. എന്നാൽ ഒരു ഡിസംബർ മാസം 31-ാം തീയതി മത്തിക്കര IPCയിൽ ഞാൻ എഴുന്നേറ്റ് അല്ലെങ്കിൽ സാക്ഷി പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ഹസ്ബൻഡ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുവാനിടയായി. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ തലയിലെ വലിയൊരു ഭാരം ആരോ എടുത്തു മാറ്റുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ നീണ്ട ഒരു ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നവർക്ക് കൊടുക്കാനുണ്ട്, ഇന്നവർക്ക് കൊടുക്കാനുണ്ട്. കാരണം ഞാൻ അങ്ങനെ ജനിച്ചു വളർന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാവ് ഒരു ബിസിനസ്സുകാരന്, സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ആ കടം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് അലലിയ ജോലിക്ക് പോകാൻ വേണ്ടി ബാത്റൂമിൽ അലലിയ ഫ്രഷ് ആകാൻ വേണ്ടി കയറിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടു, 3 ദിവസം ഉപവസിക്കാൻ. ആദ്യത്തെ ദിവസം തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, ഇന്ന മാസം ഇത്രാം തീയതി ഇവിടെ നിന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അലലിയ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ പറഞ്ഞു, അലലിയ ഓഫീസിൽ ചെന്ന് പറഞ്ഞു. ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, കൂടുതൽ സാലറി തരാം. അല്ലെങ്കിൽ പറഞ്ഞു, എത്ര സാലറി തന്നാലും ഇനി എനിക്ക് വേണ്ട, ഞാൻ പോകുക. അങ്ങനെ അവിടെ ഫ്രൈഡേ ഗർസീം ബാസിന്റെ ചർച്ചിൽ എഴുന്നേറ്റ് ടെസ്റ്റുമണി പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ച് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സഹോദരങ്ങളെല്ലാം ചുറ്റും നിന്നു. നമ്മുടെ കടമെന്ന് പറയുന്നത് അവിടുത്തെ കടമാണ്, അവിടുത്തെ ദറംസ് ആണ്. ഇവിടുത്തെ ഞാൻ 8 ലക്ഷം എന്ന് പറഞ്ഞത്. അവരെ ഒന്നിച്ചു അല്ലെങ്കിൽ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, ബ്രദറെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവുകയല്ലേ, പൊക്കോ. ചർച്ചിൽ കൊടുക്കാനുള്ളത്, ഞങ്ങൾക്ക് തരാനുള്ളത്, അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാർക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ അത് ചെയ്തോളാം. ബ്രദർ അത് ഓർത്ത് ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ്, പ്രിയ ദൈവമക്കളെ, നിന്ന നിപ്പിൽ പാസ്റ്റർ പറഞ്ഞു, എഴുന്നേറ്റ് നിന്നൊന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളുമെന്ന്. അല്ലെങ്കിൽ നിന്ന നിപ്പിൽ 8 ലക്ഷം രൂപ കർത്താവ് ഞങ്ങൾക്ക് വീട്ടിൽ തന്നു. വെറും 25,000 എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് കൊടുക്കാനുള്ളത് ഒഴികെ ബാക്കി മുഴുവനും കർത്താവ് വീട്ടിൽ തന്നു. തീരെ ചെറിയൊരു പൈസയും കൊണ്ട് എനിക്ക് തോന്നുന്നു 10, 20, 25, 25,000 ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ബാംഗ്ലൂരിലോട്ട് കടന്നു വരുന്നത്. അവിടെ നിന്ന് കേരളത്തിൽ ഒന്ന് പോയി മൂത്ത മോന് ഒരു റീ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. 1 വർഷം ഇവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചു IPCയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വറിസിൽ പാസ്റ്റർ തന്നെ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഞങ്ങൾക്ക് പഴയ ചർച്ചിൽ പോകുന്നതിനോട് താല്പര്യമില്ല, ഒരു പുതിയ ചർച്ച് എടുക്കണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ഇരുന്നാ മതിയോ? നിങ്ങൾ പോയി സ്ഥലം അന്വേഷിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ മറ്റൊരിടത്തേക്ക് പോയതാ. പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഒരു വീടിന്റെ റോഡ് സൈഡിൽ ഒരു വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് ചെന്ന് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ എലങ്കായിൽ ഒരു പ്രവർത്തനം തുടങ്ങിയാലോ? പാസ്റ്റർ പറഞ്ഞു, നിങ്ങളോട് ഈ സ്ഥലം നേരത്തെ ഞാൻ പറഞ്ഞതാ, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകാഞ്ഞതാ. പലരും ഇവിടെ പോയി ശുശ്രൂഷ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ അടി കിട്ടി അവരവിടുന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നിന്ന നിപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കെട്ടി ഞങ്ങൾ നേരെ ഹല്ലേലൂയ എലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരു ബ്രോക്കറിനോട് പറഞ്ഞു, അല്ലെങ്കിൽ വീട് അന്വേഷിക്കാൻ. അവർ വീട് അന്വേഷിച്ചിട്ട് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് സംസാരിച്ചോ ആ സംസാരിച്ച അവിടെ തന്നെ ആ വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അതൊരു തെലുങ്കരുടെ വീടാണ്. ഞങ്ങൾ അവരോട് കയറി സംസാരിച്ചപ്പോൾ അവര് ബാക്ക് സൈഡിൽ ഒരു റൂമുണ്ട്, അവരങ്ങോട്ട് മാറിയിട്ട് ഫ്രണ്ടിൽ 2 ബെഡ്റൂമും ഹോളും കൂടെ ഉള്ളത് ഞങ്ങൾക്ക് തരുവാനിടയായി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധന നടത്താനാ. അപ്പൊ പറഞ്ഞു, കുഴപ്പമില്ല, തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാ. ഞങ്ങൾ ചോദിച്ചു, കുഴപ്പമില്ലേ? ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഞങ്ങള് ഹല്ലേലൂയ അവിടെ ആരാധിക്കാൻ, ഞാനും എന്റെ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും കൂടെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് അവിടെ ഹല്ലേലൂയ
തന്നെ ഗവൺമെന്റില് CRPF എന്ന് പറഞ്ഞ അവിടെ തന്നെ, അവിടെ സാധാരണ പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്നതല്ല. പക്ഷെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മൂത്ത പൈതലിന് 8ാം ക്ലാസ്സിലേക്കും രണ്ടാമത്തെ പൈതലിന് 3ാം ക്ലാസ്സിലേക്കും ഒക്കെ അവിടെ അഡ്മിഷൻ കിട്ടുവാനിടയായി. എല്ലാം ദൈവം മുന്നോട്ട് നടത്തി. ഞങ്ങൾ 4 പേരും കൂടി അവിടെ ആരാധന ആ റൂമിനകത്ത്, ആ ഹോളിനകത്ത് തുടങ്ങി. ഹല്ലേലൂയ. ഒന്നും ആദ്യമൊക്കെ മത്തിക്കര ചർച്ചിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പോയ ചർച്ചിൽ നിന്ന് ആൾക്കാര് ഹല്ലേലൂയ വൈകിട്ട് വരും, ഞങ്ങൾ രാവിലെ അവിടെ പോകും. അങ്ങനെ ആയിരുന്നു. പിന്നീട് ഹല്ലേലൂയ പാസ്റ്റർ എന്നും രാവിലെ ഹസ്ബൻഡ് രാവിലെ എന്നും എഴുന്നേറ്റ് ബൈക്കിൽ ആ ഭാഗത്ത് അനന്തപുര, അട്ടൂർ, ജക്കൂർ ആ ഭാഗത്തെല്ലാം ബൈക്കിൽ കൂടെ പോയി കൈ ഉയർത്തി പ്രാർത്ഥിക്കും. പ്രിയ ദൈവമക്കളെ, അവിടെ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരുവാനിടയായി. അല്ലെങ്കിൽ ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, ഒരു 3-4 ഫാമിലി കാണും മറ്റ് സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. ബാക്കി മുഴുവനും കത്തോലിക്കയിൽ നിന്നും, മർത്തോമായിൽ നിന്നും, ഓർത്തഡോക്സിൽ നിന്നും, നായർ കുടുംബത്തിൽ നിന്നും. ആദ്യത്തെ ഞങ്ങളുടെ സ്നാനം എന്ന് പറയുന്നത് ഒരു നാരായണൻ അങ്കിൾ, ഒരു ശ്രീദേവി ആന്റി, അവരുടെ 3 പെൺമക്കള്, ഒരു ഹല്ലേലൂയ മറ്റൊരു മകൻ, അങ്ങനെ 6 സ്നാനമാണ് ആദ്യത്തെ സ്നാനം. അതിനുശേഷം ഒരു വിലാസിനി ആന്റി, അതിനുശേഷം കുറെ ആൾക്കാർ സ്നാനപ്പെട്ട് ആ ഹോള് നിറഞ്ഞു. ആ ഹോള് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ ആ ന്യൂ ടൗണിൽ തന്നെ ഒരു ബിൽഡിംഗ് പണിയുക. ഒരു തമിഴരുടെയാ, തമിഴ് വിശ്വാസികളുടെയാ. ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. ഓരോ ഫ്ലോർ കഴിയുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ മേളത്തെ ഫ്ലോറിൽ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇത് ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കാനാ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. 9 മാസം റെന്റ് ഇല്ലാതെ, അഡ്വാൻസ് ഇല്ലാതെ ഞങ്ങൾ അവിടെ ആരാധിക്കാനിടയായി. അതിനുശേഷമാണ് ചെറിയൊരു തുക 3000 രൂപയാണ് തോന്നുന്നു അല്ലെങ്കിൽ റെന്റ് അവർ വാങ്ങിച്ചത്. എന്നാൽ പ്രിയതേ മക്കളെ, 7 വർഷക്കാലം ശക്തമായി ഈ IPCയില് ഇതുവരെയും ആ ഹോളും നിറയുവാനിടയായി. വളരെ ശക്തമായി ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്തു. 2009 ഏപ്രിൽ മാസം ഒരു സൺഡേ ആണ്. അന്ന് സൺഡേ ആരാധനയ്ക്ക് 90ാമത്തെ സങ്കീർത്തനമാണ് താൻ വായിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏത് ചർച്ചയിൽ നിന്നാണോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്, അവിടെ ഒരു യൂത്തിന്റെ മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയി. ഹല്ലേലൂയ അവിടെ കടന്നു ചെന്ന് അവിടുത്തെ പാസ്റ്ററിനോട് ഹല്ലേലൂയ സംസാരിക്കുക. ആൾക്കാർ വരുന്നതേ ഉള്ളൂ, മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പാസ്റ്ററിന്റെ മടിയിൽ കുഴഞ്ഞു വീഴുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ആ ചർച്ചിൽ വെച്ച് തന്നെ താൻ നിത്യതയിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുവാനിടയായി. ഇന്നിപ്പോൾ 17 വർഷം കഴിഞ്ഞു. അന്ന് എന്റെ മൂത്ത പൈതല് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. രണ്ടാമത്തെ പൈതല് 8ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് യാതൊന്നും, എന്റെ ഹസ്ബൻഡ് ആയിരുന്നു A to Z കാര്യം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധനങ്ങൾ വാങ്ങിക്കാൻ പോണെങ്കിലും, ബാങ്കിന്റെ കാര്യങ്ങളാണേലും, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് ഒറ്റയ്ക്ക് പോകാൻ പോലും എനിക്ക് കഴിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 5 പെൺപിള്ളാരിൽ ഞാൻ 5ാമത്തേതായതുകൊണ്ട്, എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് ബലപ്പെടുത്തി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന എന്നെ ഹല്ലേലൂയ കർത്താവ് ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ ഇടയായി. പിന്നീട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് വഴികളെ ഒരുക്കി തന്നു. എന്റെ മൂത്ത പൈതല് ഡിഗ്രി കഴിഞ്ഞുടനെ തന്നെ പ്രൈസ് ദി ലോർഡ് ദുബൈയിൽ കടന്നുപോയി. ഒരു മലയാളിയുടെ കമ്പനിയിൽ ഹല്ലേലൂയ ചെറിയൊരു ഫോട്ടോ കോപ്പി മിഷൻ, അങ്ങനെയുള്ള ആ ഒരു ചെറിയൊരു കടയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ജോലിക്ക് കയറിയത്. അവന്റെ സാലറി 1800 രൂപയാണ് അന്നത്തെ ദറം സാലറി. ഹല്ലേലൂയ. ആ ബ്രദർ ഹല്ലേലൂയ, നമുക്കറിയാം ഗൾഫിലെ ആ ഹല്ലേലൂയ മണലാരണ്യത്തില് അത്രയും ഹല്ലേലൂയ ചൂടുള്ള സ്ഥലത്ത് താൻ AC ഇടത്തില്ല. എന്നിട്ട് മോനോട് പറയും, പോയി വർക്ക് പിടിച്ചോണ്ട് വരാൻ. അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറയും, മമ്മി ഇത്രയും ചൂടത്ത്, അവന് വണ്ടിയില്ല, നടന്നു പോണം. മമ്മി ഇത്രയും ചൂടത്ത് എന്നെ പറഞ്ഞു വിട്ട് എന്റെ ജീൻസ് വരെ നനഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കരയുകയോ ഒരു വിഷമം പറയുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. ഞാൻ കരയുന്നത് മുഴുവനും കർത്താവിന്റെ പാദപീഠത്തില. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു. അന്ന് മുതല് ദൈവസന്നിധിയിൽ ഇരിക്കുക, കരയുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ.
അധികം ഞാൻ ആരോടും എന്റെ വിഷയം ഞാൻ ഷെയർ ചെയ്യാറില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹന്ന പ്രാർത്ഥിച്ചതുപോലുള്ള പ്രാർത്ഥനയാ. എന്റെ ശബ്ദം പുറത്തോട്ട് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചെവി മാത്രം അനങ്ങുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഹല്ലേലൂയ കമ്പനി നടത്തുന്ന ആ ഓണറിന്റെ മകൻ ഇവിടെ ബാംഗ്ലൂരിലുണ്ട്. ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇതുപോലെ മോൻ ജൂനോയ്ക്ക് ഇവിടെ ബാംഗ്ലൂരിൽ അവൻ MBA ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് വരണം, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണമെന്നേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ പപ്പ അലലിയ ടിക്കറ്റ് കൊടുക്കുന്നില്ല, പാസ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുവാനിടയായി. അപ്പം പറഞ്ഞു, ആന്റി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറയുവാ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു. അലലിയ ആ സഹോദരന് പാസ്പോർട്ട് കൊടുത്തു, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുത്തു. പ്രിയ പൈതൽ ഇവിടെ കടന്നു വരുവാനിടയായി. അതിനുശേഷം അവൻ പോയത് റാസൽ കെമയിലോട്ട്, അവിടെ നിന്ന് ദുബൈ വന്നു. അങ്ങനെ അലലി ഒരു 10 വർഷത്തോളം അലലിയ ഗൾഫില് അവൻ ആയിരിക്കാനിടയായി. അവിടുന്ന് അവിടെയുള്ള തന്നെ അവിടെ അജ്മാനിൽ തന്നെ ജനിച്ചു വളർന്നതായ ഒരു മകളെ അലലിയ വിവാഹം കഴിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഫാമിലിയെ അലലി കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആ സമയത്തൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അലലി എന്റെ സഹോദരിമാർ ഞങ്ങൾ 5 പേരില് ആരും തന്നെ വിശ്വാസത്തിലില്ല. എനിക്ക് അപ്പനും അമ്മയും ഇല്ല. ഹസ്ബൻഡിന്റെ വീട്ടിൽ അപ്പനും അമ്മയും ഇല്ല. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരും വിശ്വാസത്തിലില്ല. അവരെല്ലാം മർത്തോമായില്ല. ഒറ്റയ്ക്ക് വേണം നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ 2020 ഹല്ലേലൂയ തീരുന്നതിന് മുൻപ് എന്റെ പൈതലിന്റെ വിവാഹം നടക്കണം. എന്താ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ 2019 ഹല്ലേലൂയ ഡിസംബർ മാസത്തില് എന്റെ പൈതലിന്റെ വിവാഹം നടന്നു. 2020 കൊറോണ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി. അവര് വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷമാണ് ഹല്ലേലൂയ ആ കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. ആ വിവാഹ സമയത്തൊക്കെയും ഞാൻ ഓരോന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എവിടെ വെച്ച് ഇത് നടക്കണം, ആര് നടത്തും, എവിടെ ഹല്ലേലൂയ ആർക്ക് വർഷിപ്പ് കൊടുക്കണം, എവിടെ ഫുഡ് കൊടുക്കണം, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെന്തിക്കോസ് വിവാഹം നടക്കിയ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ഒരു റിസോർട്ടിൽ വെച്ച് അനേകർ കടന്നു വന്ന് ആ വിവാഹം ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടക്കുവാനിടയായി. പല ദേവദാസന്മാർ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഇത്രയും ആൾക്കാരെ എവിടെ നിന്ന് കിട്ടി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമമഹത്വത്തിനായി എന്റെ സഹോദരങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അവർക്കൊക്കെ അതിശയമായി. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അറിയാം, അമേരിക്കയിലുള്ള സാം ജോർജ് ഹല്ലേലൂയ ദേവദാസനാണ് ആ വിവാഹം നടത്തുവാനിടയായത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഹല്ലേലൂയ എന്റെ കൊച്ചുമോന് ഹല്ലേലൂയ അവന് 12th കഴിഞ്ഞു. 12th കഴിഞ്ഞ് എന്തിനു പോകണം, വളരെ കൺഫ്യൂഷൻ ആയി പ്രിയതേ മക്കളെ. അവന് സയൻസ് ഗ്രൂപ്പ് എടുത്തത്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് വിടണമെന്നായിരുന്നു. പക്ഷെ അവന് ഹല്ലേലൂയ ഡിഗ്രി ബികോമിന് പോയാൽ മതി. ഞാൻ പറഞ്ഞു, സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് ബികോമിന് പോകാനോ, നീ വേറെ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡ് എടുക്ക്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഹല്ലേലൂയ അങ്ങനെ ഒരു സംസാരമായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം വ്യക്തമായിട്ട്, എനിക്ക് ഈ കോഴ്സിനെ കുറിച്ചൊന്നും അധികം അറിവില്ല, പക്ഷെ BCA എന്ന് പറഞ്ഞ ആ ഒരു ഹല്ലേലൂയ കോഴ്സ് എന്നെ കാണിച്ചിട്ട് ഇവിടെയുള്ള ക്രിസ്തു ജയന്തി കോളേജും എന്നെ കാണിച്ചു. ഞാൻ പൈതലിനോട് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഒരു കോഴ്സ് കാണിക്കുന്ന എങ്ങനെയുണ്ട്? പറഞ്ഞു, മമ്മി എനിക്ക് താല്പര്യമാ. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. 3 വർഷം ഹല്ലേലൂയ ഒരു ഫീസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാതെ ആ 3 വർഷവും പ്രിയ പൈതൽ അവിടെ പഠിക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു കമ്പ്യൂട്ടർ ആവശ്യമായിരുന്നു, അത് പ്രാർത്ഥിച്ചു, ദൈവം അത് കൊടുത്തു. എല്ലാം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ കർത്താവ് തരുന്നതല്ലാതെ ഞാൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ അപ്പ അവിടുന്ന് അനുവദിക്കരുതെന്ന്. അങ്ങനെ ഹല്ലേലൂയ അവൻ ആ ഹല്ലേലൂയ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല ദൈവദാസന്മാരിൽ കൂടി ദൈവമക്കളിൽ കൂടി ആലോചന വന്നു, ഇവൻ പുറത്തുപോയി ഹയർ സ്റ്റഡീസ് എടുക്കും. അങ്ങനെ കാനഡയിൽ നിന്ന് ഒരു കോളേജുകാര് ക്രിസ്ത്യൻ കോളേജിൽ വന്ന് ഹല്ലേലൂയ അവരുമായിട്ട് ഹല്ലേലൂയ ടച്ചപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി. 10 കുഞ്ഞുങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. പക്ഷേ ആ ഹല്ലേലൂയ എന്തോ വാക്കില് അത് ഫ്ലോപ്പായി പോയി, അല്ലെങ്കിൽ നടന്നില്ല. പക്ഷെ ഇവൻ പാസ്പോർട്ട് ഒക്കെ എടുത്തു. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ പിന്നീട് പല കാര്യങ്ങൾക്ക് പോയി.
ഇവനോട് പറഞ്ഞു, ഒന്നുകിൽ MC-ക്ക് പോ, അല്ലെങ്കിൽ ഹല്ലേലൂയ ജോലിക്ക് പോ, അല്ലെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നൊക്കെ പലരും പറയുക. പക്ഷെ എനിക്കും എന്റെ പൈതലിനും മുന്നോട്ട് ഇതിനൊന്നും സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ചെവിയിൽ ഇതാ മന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തു പോയി ഹയർ സ്റ്റഡീസ് എടുക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്റെ പൈതൽ ഒരു സൈഡിൽ ഇരുന്ന് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വർഷക്കാലം ഇവിടെ വീട്ടിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ഒരു ഹല്ലേലൂയ ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ സാമ്പത്തികം വേണ്ടേ? ഹല്ലേലൂയ അങ്ങനെ ബാങ്കിൽ പോയി ഹല്ലേലൂയ ലോണിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പക്ഷേ ആദ്യത്തെ പൈസ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം. ആദ്യത്തെ ഫീസ് കൊടുക്കണം. 8.5 ലക്ഷം രൂപയോളം വേണം. പക്ഷെ ഇവര് ആദ്യത്തെ ഹല്ലേലൂയ പൈസ എന്ന് പറയുന്നത്, ഗഡു എന്ന് പറയുന്നത് അവർ ഒന്നിച്ച് തരത്തില്ല, കുറച്ചേ തരത്തുള്ളൂ. ബാക്കി 1,70,000 രൂപ ഞങ്ങൾക്ക് ആവശ്യമാ. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ആരോടും ചോദിച്ചില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. 1 മാസം ഹല്ലേലൂയ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഏജന്റുകാര് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഈ പൈസ അടച്ചെങ്കിൽ മാത്രമേ വിസയുടെ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ, വേഗം നടക്ക്, വേഗം നടക്ക്. അപ്പോഴൊക്കെ മോൻ പറയും, മാഡം അടയ്ക്കാം, 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 ഇങ്ങനെ പറഞ്ഞു പോയി. പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ പോയി ഒരു സിസ്റ്ററുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആന്റി വലിയൊരു മഴ പെയ്തിട്ടുണ്ട്, ആന്റി മടങ്ങി ബാംഗ്ലൂരിൽ പൊക്കോ, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ടെന്ന് പറയുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ബാംഗ്ലൂരിൽ വന്നു. ചർച്ചിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില് ആദ്യത്തെ ദിവസം കടന്നു ചെന്നപ്പോൾ പാസ്റ്റർ ചോദിച്ചു, സിസ്റ്റർ എന്തെങ്കിലും ആയോ? ഞാൻ പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, കർത്താവ് കാക്കയെ അയച്ചിട്ടുണ്ട് പാസ്റ്ററെ. അല്ലെങ്കിൽ 2ാമത്തെ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ബൈക്കിൽ പോകുമ്പോൾ ഒരു ഫോൺ കോൾ. ഇത് അധികം ആർക്കും അറിയത്തില്ല, തീരെ കുറച്ച് ചില സഹോദരിമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ ഒരു ഫോൺ വന്നപ്പോൾ സൈഡിൽ ബൈക്ക് നിർത്തി ഹല്ലേലൂയ സംസാരിച്ചപ്പോൾ ഒരു ആന്റിയാണ് എന്നോട് ചോദിച്ചു, സുല്ലേ എന്തായി, കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല ആന്റി, നാളെ വീട്ടിലോട്ട് വാ, 1 ലാഖിന്റെ ചെക്ക് എഴുതി വെച്ചേക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ ചോദിച്ചതല്ല, ഇങ്ങോട്ട് എന്നോട് പറഞ്ഞതാ. അവിടെ നിന്ന് സൺഡേ ആയി, മൺഡേ മൂത്ത മോൻ അന്ന് ദുബൈയില, ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞു, മമ്മി അങ്കിള് പറഞ്ഞു 70,000 തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, അവന്റെ ഹല്ലേലൂയ സ്റ്റാർട്ടിംഗ് ടൈം പോകുന്നതിനുള്ള തടസ്സം അതോടുകൂടി മാറി. ചർച്ചുകാര് ടിക്കറ്റ് എടുത്തു. ഒരു ആന്റി ഇവിടെ വന്ന് 50,000 രൂപ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊന്നും കടമല്ല, ഹല്ലേലൂയ അവരെന്റെ കയ്യിൽ തന്നതാ. പിന്നെ 5,000 6,000 ഹല്ലേലൂയ. പിന്നെ ഞാൻ ഹല്ലേലൂയ ചർച്ചിലെ ഒരു ബ്രദർ ATM കാർഡ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇഷ്ടമുള്ളത് പോയി വാങ്ങിച്ചോ. പോകുന്നിടം വരെ സാമ്പത്തികമായി അവനുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായില്ല. ഞാൻ എപ്പോഴും സഹോദരിമാരോട് പറയും, ഒരു വിവാഹമായാലും ഒരു കല്യാണമായാലും എന്ത് വിഷയമായാലും പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ല. ഒന്നിന് നമ്മൾ കാൽ വെക്കുമ്പോൾ ചില തടസ്സങ്ങൾ വരും. പക്ഷെ ആ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്തുനിന്നും മാറി നിൽക്കാനല്ല, മറ്റു റൂട്ട് കണ്ടുപിടിക്കാനല്ല. ദൈവത്തിന്റെ ആലോചനയുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞാൻ എന്റെ സഹോദരിമാരോട് പറയാറുണ്ട്. പ്രിയ മക്കളെ, അങ്ങനെ അവിടെ പോയി അവൻ പഠിച്ചു. ഹല്ലേലൂയ 2 വർഷം പഠിച്ചു. ഹല്ലേലൂയ അവൻ ചെറിയ ജോലിക്കൊക്കെ കയറി. അങ്ങനെ അവന് PR കിട്ടി. PR കിട്ടി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, 26 വയസ്സേ ആയിട്ടുള്ളൂ, കല്യാണം നോക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോഴേ ഇല്ല, 2 വർഷം കൂടി കഴിയട്ടെ, 28 വയസ്സാകട്ടെ, കാരണം സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഹല്ലേലൂയ ഒറ്റയാഴ്ച ഞാൻ എന്റെ പായയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ച് എഴുന്നേറ്റില്ല. ആ പായയിൽ ഇരിക്കുമ്പോൾ ഒരു കോൾ എനിക്ക് വരികയാ. ഞാൻ ചെന്ന് ആ കോൾ എടുത്തപ്പോൾ മറുതലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പാസ്റ്റർ വർഗീസ് ബേബി കായംകുളമ. ഹല്ലേലൂയ. മോൻ അല്ലെങ്കിൽ കാനഡയിലുണ്ടല്ലേ, എന്റെ മോൾ അവിടെ ഉണ്ട്, ആലോചിക്കുന്നു. ഞാൻ പഴയതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇല്ല, 2 വർഷം കൂടെ കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞു, എനിക്ക് ആ ഫോട്ടോ ഒന്ന് അയച്ചു തരാമോ? ഫോട്ടോ അയച്ചു തന്നു. എന്റെ മോന്റെ നമ്പർ കൊടുത്തു. പാസ്റ്റർ മോനെ വിളിച്ചു. എന്നാൽ ഹല്ലേലൂയ 2019 ഹല്ലേലൂയ പാസ്റ്റർ ഇവിടെ ബാംഗ്ലൂരിൽ വന്ന സമയം എന്റെ മോന്റെ തലയിൽ കൈവച്ച് ഒരാലോചന പറഞ്ഞതാ, നിന്നെ ഒരു അഭിഷിക്തനാക്കി ഹല്ലേലൂയ പുറത്തെടുക്കുമെന്നൊക്കെയുള്ള ദൈവിക ആലോചന അവനെ അറിയിച്ചതാ. എന്നാൽ ഹല്ലേലൂയ അവന് ഈ മോളെ വിളിച്ചു. ഞങ്ങളുടെ 1-2 ഫാമിലി കാനഡയിലുണ്ട്, റിലേഷൻസ്, അവരെ കൂട്ടി കാണാൻ പോയി. പ്രിയ ദൈവമക്കളെ, ഉടനെ നടത്തത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ 2002
2002 ഹല്ലേലൂയ മാവേലിക്കര വെച്ച്, ഇവിടെ വെച്ച് എൻഗേജ്മെന്റും അവിടെ വെച്ച് വിവാഹവും എന്റെ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞു. മടങ്ങി കാനഡയിൽ പോയി. അവൻ പഠിച്ചതിൻ്റെതായ ജോലിക്കൊക്കെ അവൻ കയറി. പക്ഷേ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്റെ മോടെ പേര് കെസിയാന്ന. കെസിയോട് പറയും ഹല്ലേലൂയ അവന് ഹല്ലേലൂയ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാ, 3 ദിവസം ഉപവസിച്ച്. എന്നാൽ എന്റെ ഹസ്ബൻഡിന്റെ മരണത്തോട് ഹല്ലേലൂയ അവന്റെ ആത്മീയത്തിൽ നിന്ന് അവൻ ഒത്തിരി ഡൗൺ ആയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവന് ഹല്ലേലൂയ കാരണം ആ ഒരു മരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മരണമായത് കാരണം അല്ലെങ്കിൽ ഞാൻ അതിപ്പോൾ ഹല്ലേലൂയ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ അവന് അത് ഒത്തിരി, കാരണം അവൻ കൊച്ചു പ്രായമല്ലേ, 8ാം ക്ലാസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവൻ ഒത്തിരി ഡൗൺ ആയി. മറ്റേ കോളേജിൽ പോകുമ്പോൾ അവൻ റൂമിനകത്ത് 2 പേരും ബൈബിള് വായിച്ചു പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നീടും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ അവന്റെ ആത്മീയത്തിൽ നിന്ന് കുറഞ്ഞു. എന്നാൽ ചർച്ചിൽ അവൻ വർഷിപ്പ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സോളോ പാടുന്നത് പോലെ പാടും. തിരിച്ചു വീട്ടിൽ വരുമ്പോ ഞാൻ ചോദിക്കും, മോനെ എന്താ ഇങ്ങനെ? അപ്പൊ പറയും എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, കാരണം നഷ്ടപ്പെട്ടു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ബെഥസ്ത മീറ്റിംഗ്, ഞാൻ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഭവനം പണിയുന്നത്. എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നപ്പോൾ അറ്റാക്ക് വന്ന സമയം ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഈ 30-40 സൈറ്റിൽ താൻ ഒരു ട്രാൻസ്മാൻ ആയതുകൊണ്ട് 30-40 സൈറ്റിൽ എങ്ങനെ ഒരു വീട് പണിയണം ഹല്ലേലൂയ അങ്ങനെ പ്ലാൻ വരച്ചു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ആ പ്ലാനും അതെല്ലാം വീടും ഒക്കെ മാറി. എങ്ങനെങ്കിലും ആത്മാക്കളെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെ അപ്പോൾ പലരും പറഞ്ഞു ഇവിടെ ഒരു മീറ്റിംഗ് സഹോദരിമാരുടെ തുടങ്ങുമെന്ന്. അങ്ങനെ 5 പേരായിട്ട് ബെഥസ്ത ലേഡീസ് പ്രയർ ഫെലോഷിപ്പ് തുടങ്ങിയതാ. 10 പേരായി, 15 പേരായി. കൊറോണ സമയത്ത് ഹല്ലേലൂയ 3 മാസം മീറ്റിംഗ് നടന്നില്ല. അങ്ങനെ എന്റെ മൂത്ത മോൻ പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവനൊരു ഐഡി തന്നു. അത് 45 മിനിറ്റ് കൊണ്ട് തീർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് പൈസ കൊടുക്കണം. അങ്ങനെ ചർച്ചിൽ ഒരു ബ്രദറിനോട് പറഞ്ഞപ്പോൾ 100 പേരുടെ ഹല്ലേലൂയ ആ ലിങ്ക് എനിക്ക് എടുത്തു തരുവാൻ ചർച്ചിന്റെ തന്നെ തരാനിടയായി. പക്ഷേ നിമിഷ സമയം കൊണ്ട് ആ 100 കവിയാൻ തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങള് ഹല്ലേലൂയ 500 പേരുടെയായി. പിന്നെ എന്നോട് മോൻ പറഞ്ഞു, മമ്മി 500 പേരുടെ വേണ്ട, 300 പേരുടെ സൂം മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ 300 പേരുടെ സൂം ഐഡിയിലാണ് ഹല്ലേലൂയ ഇതിനകത്ത് കയറുന്ന മേരിക്കുട്ടി ആന്റിയൊക്കെ അതിനകത്ത് കയറുന്നതാ. കൃപയാൽ ഹല്ലേലൂയ ഒരു 180-200ഓളം ആൾക്കാർ അതിനകത്ത് കയറുന്നുണ്ട്, പല ദേശത്തു നിന്ന്, പല രാജ്യത്ത് നിന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഫിസിക്കലായിട്ട് നടക്കുമ്പോൾ പല ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ മീറ്റിംഗിനകത്ത് കടന്നു വരും വചനം പറയാൻ. അങ്ങനെ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് പാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു നിമിഷം അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ മോൻ അന്ന് BC-ക്ക് പഠിക്കുക. അവൻ വന്ന് അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ആരോടാ വാശി, നിനക്ക് ആരോടാ വൈരാഗ്യം, നിനക്ക് ആരോടാ പിണക്കം, നിനക്ക് ആരെയാ ഹല്ലേലൂയ കൊല്ലണമെന്ന് അങ്ങനെയുള്ള ചിന്ത പോലും അവനായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവന്റെ ചെറുപ്രായത്തിൽ അവന്റെ ഹൃദയത്തിനകത്ത് ഏറ്റ മുറിവ. എന്നാല് ഹല്ലേലൂയ ആരെങ്കിലും ഫ്രണ്ട്സിനോടാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല പാസ്റ്ററെ ഇങ്ങനെ ഹല്ലേലൂയ ചെറിയ വിഷയങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. അവന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, പിതാവ് നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് നീ ഏകനല്ലതാനും. അവനെയും കൊണ്ട് അത് പറയിപ്പിച്ച് അവന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു മാറ്റം വന്നു. പിറ്റേ മാസം അല്ലെങ്കിൽ ഇവിടെ ഒരു ഫാമിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ പൈതൽ ഉപവസിച്ചു. ഹല്ലേലൂയ സാറ്റർഡേ ആയപ്പോൾ ഹല്ലേലൂയ അവന് നഷ്ടപ്പെട്ട അഭിഷേകം അവന് തിരിച്ചു കിട്ടി. എന്നോട് രാത്രി പറഞ്ഞു, മമ്മി ഞാൻ എന്റെ ഉപവാസം നിർത്തുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ എനിക്ക് മറുപടി കിട്ടി. അങ്ങനെ അല്ലെങ്കിൽ സൺഡേ അവൻ ആരാധനയ്ക്ക് പോവുക. ഇംഗ്ലീഷാണ് ആരാധന ആദ്യം, പിന്നീടാണ് മലയാളം. ഞാൻ മലയാളത്തിനാ പോകുന്നത്. ഞാൻ ഹല്ലേലൂയ ഓട്ടോയിൽ ഇരിക്കുന്ന സമയം ഹല്ലേലൂയ ഒരു വ്യക്തി ചർച്ചിൽ നിന്ന് വിളിച്ചു. എനിക്ക് മനസ്സിലായി അവിടെ എന്തോ സംഭവിക്കുന്നെന്ന്. പൈതൽ ഒരു പാട്ടുപാടി, 2 പാട്ടുപാടി, 3ാമത്തെ പാട്ടുപാടിയപ്പോൾ അത്യന്ത ശക്തി അവിടെ ഇറങ്ങി, അഭിഷേകം അവിടെ ഇറങ്ങി. അവിടെ ഇരുന്ന ജനങ്ങളുടെ മേല് ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ അതിനുശേഷം ഹല്ലേലൂയ അന്ന് മുതൽ ഇന്ന് വരെ കൃപയാൽ ആ അഭിഷേകത്തിൽ നിൽക്കാൻ എന്റെ പൈതലിന് കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഹല്ലേലൂയ അവൻ മകളോട് പറയുമായിരുന്നു, കർത്താവ് എന്നെ എപ്പോൾ വിളിക്കുന്നു അപ്പോൾ ഞാൻ ഇറങ്ങും. അങ്ങനെ ഹല്ലേലൂയ ചില മാസങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ അവൻ അവിടെ കാനഡയില് ഒരു യൂണിവേഴ്സിറ്റിയില് ഹല്ലേലൂയ ചേർന്നു. ഇതിപ്പോൾ 4ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു ഹല്ലേലൂയ ഇരിക്കുകയാണ്. 4 വർഷത്തെ കോഴ്സാ, ഇനി 2 വർഷം കൂടിയുണ്ട്. പ്രിയ ദൈവമക്കളെ എല്ലാ സാറ്റർഡേ ആവുമ്പോഴും ഹല്ലേലൂയ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും
ആരെങ്കിലും ട്രാക്റ്റും എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഫുട്ബോളിന്റെ സമയത്തൊക്കെയും ഒരു കൂട്ടം യൂത്ത് കടന്നുപോയി ഹല്ലേലൂയ അല്ലെങ്കിൽ സൈഡിൽ നിന്നുകൊണ്ട് വചനം പറയുകയും അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുക്കുകയും വലിയ വാക്യം എഴുതിയ ബോർഡ് അല്ലെങ്കിൽ അവിടെ പിടിച്ചോണ്ട് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവന്റെ ഒറ്റ ആഗ്രഹം ആത്മാക്കളെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചർച്ചിൽ വർഷിപ്പ് ചെയ്യുകയും വചനം പറയുകയും അവനെ ഏൽപ്പിച്ച ശുശ്രൂഷ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, നീ പ്രത്യേകം നിങ്ങൾ അല്ലെങ്കിൽ ജുനാലിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മൂത്ത പൈതല് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് അവനും ഹല്ലേലൂയ കാനഡയിലേക്ക് പോകുമെന്നുള്ള ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അവനും ഹല്ലേലൂയ അവിടെ കടന്നുപോയി. ബ്രോക്ക്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹല്ലേലൂയ പൈതലായിരിക്കുന്നു. പഠിച്ച ഹല്ലേലൂയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോള് ഹല്ലേലൂയ ആർമിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത മോനും കീബോർഡ് വായിക്കുകയും വർഷിപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് കുഞ്ഞുങ്ങളും ഹല്ലേലൂയ വർഷിപ്പ് ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എന്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഹല്ലേലൂയ ഈ ലോകത്തിലെ ഹല്ലേലൂയ പണമോ ഈ ലോകത്തിലെ ജോലിയോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒന്നുമല്ല. എന്റെ കുഞ്ഞുങ്ങൾ 4 പേരും കർത്താവിന്റെ വേലയില് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ചെയ്ത് ബാക്കി കിടക്കുകയാണ്. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ വേലയില് ശക്തമായി നിൽക്കണം. ഞാൻ എപ്പോഴും ഉപവസിച്ചാലും എന്റെ ഉപവാസത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്റെ 4 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയിൽ നിൽക്കണം. ഈ ലോകത്തോട് അവർ അനുരൂപപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം നിങ്ങൾ 4 കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രിയ മക്കളെ പലതവണ എനിക്ക് കാനഡയിൽ 3-4 തവണ പോകാനൊക്കെ പറ്റിയിട്ടുണ്ട് ദൈവത്തിന്റെ കൃപയാല്. ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ പോലും പോകാൻ കഴിയാതിരുന്ന എനിക്ക് മൂത്ത പൈതൽ ഞാൻ ഗൾഫിൽ നിന്ന് 99 പോന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ മോൻ അവിടെ ആയിരുന്ന സമയത്താ ഞാൻ പിന്നെ ചില വർഷങ്ങൾക്ക് ശേഷം ദുബൈയിൽ പോകുന്നത്. അതിനുശേഷം പല സമയങ്ങളിൽ ഞാൻ ദുബൈയിൽ കടന്നുപോയി അല്ലെങ്കിൽ കാനഡയിൽ കടന്നുപോയി. ഒറ്റയ്ക്കൊക്കെ കാനഡയിൽ 22-23 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്തു പോകുമ്പോൾ എനിക്ക് മലയാളമല്ലാതെ മറ്റു ഭാഷകളൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ പല സമയങ്ങളിലും എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വ്യക്തമായ ആലോചന തരും, വ്യക്തമായ ഗൈഡൻസ് തരും. പ്രിയ മക്കളെ, ഇത്രത്തോളം നിൽക്കാൻ ആരും സഹായിക്കാനില്ലാത്തടത്ത് എന്റെ യേശുവപ്പ എനിക്ക് സഹായകനായി നിന്ന് എന്നെ ഗൈഡ് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഹല്ലേലൂയ കാനഡയിൽ കൊച്ചുമോന്റെ കൂടെ ആയിരുന്ന സമയം എനിക്ക് ബ്ലീഡിങ് ചെറുതായിട്ട് ബ്ലീഡിങ് വരാൻ തുടങ്ങി. ആ സമയത്ത് ബ്ലീഡിങ് വരേണ്ടിയ ആ ഒരു സമയമല്ല. എന്നാൽ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ 10-22 മണിക്കൂർ യാത്ര ചെയ്തു വേണം മടങ്ങി ബാംഗ്ലൂരിൽ പോകാന്. നടുവിന് അല്പമായ ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ട് ഒരു ഇച്ചിരി ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നീ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ വയറിൽ കൈവച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ അവൻ എല്ലാ ദിവസവും വയറിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബ്ലീഡിങ് അങ്ങ് നിന്നു. അതിനുശേഷം ബ്ലീഡിംഗ് ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ ഹല്ലേലൂയ നാട്ടിൽ വന്ന് ഒരു ഡോക്ടറിനെ കാണണമെന്നുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നുള്ള ആ ചിന്തയിൽ ഹല്ലേലൂയ ആദ്യം ചെങ്ങന്നൂര് ഒരു ഡോക്ടറിനെ KM ചെറിയാൻ അവിടെ ചെന്ന് ഹല്ലേലൂയ കാണിച്ചു. അവിടെ കാണിച്ചതിന് ശേഷം പിന്നെ കാരിദാസ് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹല്ലേലൂയ യൂട്രസ് തിക്നെസ് 4 mm ആണ്. ഇത് 18 or 20 ഉണ്ട്. ഇത് ഓപ്പറേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫുൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. യൂട്രസും ഓവറിയും എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആന്റി ഉണ്ട്. തിരിച്ച് ഞങ്ങള് ഹല്ലേലൂയ എന്റെ മക്കൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് റിപ്പോർട്ടൊന്നും എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് അല്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ വറീസ് ബൈപ്പാസ് എന്റെ മോന്റെ പപ്പായും മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ 3 മാസം കിടക്കണം. ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹല്ലേലൂയ ആരും നാട്ടിലാണേലും ഇവിടെയാണേലും ഒന്ന് കിടന്നാൽ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അവര് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോര്, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം എടുത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂത്ത മോൻ വന്ന് 10 ദിവസം അന്ന് ഗൾഫിൽ അവന് അല്ലെങ്കിൽ എന്റെ കൂടെ നിന്നു, എന്നെ നോക്കി. അവൻ അത് കഴിഞ്ഞ് തിരിച്ചുപോയി കായംകുളത്ത് പാസ്റ്റർ വീട്ടിൽ കൊണ്ടുവന്നാക്കി. പ്രിയ മക്കളെ, 2 മാസക്കാലം ഞാൻ അവിടെ നിൽക്കാനിടയായി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങി. പുറമെല്ലാം ചൊറിഞ്ഞ് തടിക്കുക.
ഹല്ലേലൂയ. സ്കിൻ ഡോക്ടറിനെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു, ഒരു പ്രയോജനമില്ല. വീണ്ടും ഈ പൈതല് രാവിലെയും വൈകിട്ടും എന്നെ അവൻ ചില ഹല്ലേലൂയ കർത്താവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് മനസ്സിലായി ഇതൊരു രോഗമല്ലെന്ന്. അവൻ രാവിലെയും വൈകിട്ടും ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഹല്ലേലൂയ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എഴുന്നേറ്റിരുന്ന് ഹല്ലേലൂയ തലചൊറിയും കൈ ചൊറിയും കാല് ചൊറിയും, ചൊറിഞ്ഞു ചൊറിഞ്ഞു പൊട്ടുക. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രിയ ദൈവമക്കളെ എന്റെ ആ ഹല്ലേലൂയ ചൊറിച്ചിൽ അവിടെ നിന്ന് മാറി. അങ്ങനെ ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. അതിന്റെ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തു 3 ദിവസം ഉപവസിക്കാൻ. ഞാനും എന്റെ കുഞ്ഞുങ്ങളും പാസ്റ്ററും വൈഫും അങ്ങനെ ഹല്ലേലൂയ ചില സഹോദരിമാര് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് താഴത്തെ റൂമാ, മേളിൽ ഹോളുണ്ട്. പാസ്റ്ററിന് അവിടെ മേളിൽ ഹോളുണ്ട്. ഞങ്ങൾ അവിടെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലെങ്കിലും സ്റ്റെപ്പ് കയറി അവിടെ പോയിരുന്ന് 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ ചരിഞ്ഞു കിടന്നപ്പോൾ ഹല്ലേലൂയ വാട്ടർ ബാഗിനകത്ത് നടുവിന് ചൂട് വെക്കുന്നത് പോലെയുള്ള അനുഭവം, മന്ദമായൊരു കാറ്റ് വരുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഞാൻ തിരിഞ്ഞു നോക്കി, പതുക്കെ ഒന്നുമില്ല. 2ാമത് വീണ്ടും ഞാൻ ചരിഞ്ഞു കിടന്നപ്പോൾ വീണ്ടും അതുപോലെ ആ ചൂട് അനുഭവിക്കുക, ഒന്നുമില്ല. പിറ്റേ ദിവസം ഹല്ലേലൂയ ഗൾഫിൽ നിന്നൊരു ദൈവദാസൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ ഓൾറെഡി ഇവിടെ കീമോയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞിരിക്കുക, കർത്താവ് ഇത് സൗഖ്യമാക്കി. എന്നാൽ അതിനുശേഷം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ പാസ്റ്റർ എനിക്കും കാനഡയിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഹല്ലേലൂയ മമ്മിയെ കൂടെ കൊണ്ടുപോവാ. പാസ്റ്റർ ചോദിച്ചു വരുന്നുണ്ടോ? ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വരാം പാസ്റ്ററെ, വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഞാൻ ആ ടിക്കറ്റ് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവരുടെ കൂട്ടത്തിൽ കാനഡയിൽ പോകാനിടയായി. അന്ന് ഞാൻ തിരിച്ച് പിന്നീട് ഒരു ട്രീറ്റ്മെന്റ്, ഇപ്പോൾ 3.5 ഈ ഡിസംബർ ആകുമ്പോൾ 4 വർഷമാവും. അന്ന് ഫയലെടുത്തു മാറ്റിവെച്ചതാ. പിന്നീട് ഒരു ചെക്കപ്പിനും പോയില്ല ഹല്ലേലൂയ. അതിനുശേഷം പക്ഷെ അന്ന് ആ കായംകുളത്ത് ഹല്ലേലൂയ ഞാൻ താമസിക്കുമ്പോൾ ആ മുറ്റത്തൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, നീ ബെഥസ്ദ മീറ്റിംഗ് നടത്തുന്നുണ്ട്, കാര്യം ശരിയാ, പക്ഷേ ഹല്ലേലൂയ ഭൂമി പലരോടും നീ സുവിശേഷം അറിയിക്കണം, ബൈബിൾ കൊടുക്കണം, ട്രാക്ട് കൊടുക്കണം. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സഹോദരിമാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഫോൺ വന്നത് എടുത്തത് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുക. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മറന്നു പോകുമെന്ന് വിചാരിച്ച് മെസ്സേജ് അയച്ചത് അല്ലെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഇനിയുമുള്ള സമയം എനിക്ക് എത്രത്തോളം ആയുസ് തരുന്നത് ഞാൻ കർത്താവിന് വേണ്ടി നിന്നോളാം എന്ന് പറയുവാനിടയായി പ്രിയ മക്കളെ. അതിനുശേഷം ഭോപ്പാല്, ഛത്തീസ്ഗഡ്, മംഗലാപുരം, ഹല്ലേലൂയ സിംഗപ്പൂര്, എവിടെ കടന്നുപോയാലും കർത്താവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി ഹല്ലേലൂയ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് എനിക്ക് പറയുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ അത്ഭുതകരമായിട്ട് കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഇന്നും എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, ഞാൻ എപ്പോഴും സഹോദരിമാരോട് പറയുന്ന കാര്യമാണ്, ദേവദാസന്മാരൊക്കെ ഓൾറെഡി അത് ചെയ്യുന്നതായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ വെള്ളമെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്, കാരണം ഞാൻ എപ്പോഴും പറയും നമ്മുടെ കാര്യത്തിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്, നമ്മുടെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ചെന്ന് രാവിലെ ഞാൻ കുടിക്കും. അതിനുശേഷം ഞാൻ എന്റെ തല മുതൽ പാദം വരെ ഹല്ലേലൂയ എന്റെ കൈ തൊടും. ഹല്ലേലൂയ എന്റെ തല, എന്റെ ബ്രെയിന്, എന്റെ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, എന്റെ ലങ്സ്, ലിവർ, വൻകുടൽ, ചെറുകുടല്, ഹല്ലേലൂയ യൂട്രസും ഹല്ലേലൂയ ഓവറിയൊക്കെ എടുത്തെങ്കിലും ഞാൻ വീണ്ടും അത് വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് പുതിയത് അവിടെ വെച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളുടെ മേലും കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. കൃപയാൽ ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഒന്നേ ഉള്ളൂ പ്രാർത്ഥന, കർത്താവേ അവസാന ശ്വാസം വരെയും കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റുകളൊക്കെയും എനിക്ക് അനുകൂലമല്ലാതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ കാരിത്താസ് ഹോസ്പിറ്റലില് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്യം ഇതുണ്ട്. അല്ലെങ്കിൽ ഞാനും പാസ്റ്ററുടെ വൈഫ് റെനിയും കൂടെ പോയത്, ഹല്ലേലൂയ ആദ്യം ഇത് യൂട്രസും ഓവറിയും മാത്രമേ എടുത്തുള്ളൂ, വേറെ എനിക്ക് സയൻസ് അറിയാത്തത് കൊണ്ട് അറിയത്തില്ല, ഫുൾ എന്തോ എടുക്കണമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇത് ഓപ്പറേഷൻ ചെയ്യണം. വീണ്ടും ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്ര കീമോ എങ്ങാണ്ടുണ്ട്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അതിനുശേഷമാണ് റേഡിയേഷൻ. ഇങ്ങനെ വലിയ
നീണ്ട ഒരു നിരയാ അല്ലെങ്കിൽ അവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷെ പ്രിയ ദൈവമക്കളെ, 3.5 വർഷക്കാലമായി ഒരു മരുന്നും ഹല്ലേലൂയ ഈ ശരീരത്തിൽ അതിന്റെ പേരിൽ എടുക്കാനിടയാകാതെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് അനേകരുടെ വിടുതലിന് വേണ്ടിയാ, അനേകരുടെ സാക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ കൃപയാല് ആ ബെഥസ്ദ മീറ്റിംഗ് അത്ഭുതകരമായിട്ട് നടത്തുന്നു. 4 കുഞ്ഞുങ്ങളും കാനഡയുടെ പ്രദേശത്ത് ജോലിയോടൊപ്പം അല്ലെങ്കിൽ കർത്താവിന്റെ വേലയോടൊപ്പം ആയിരിക്കുവാൻ ഇടയായി. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, കർത്താവ് എവിടേക്ക് അയക്കുന്നു കർത്താവിന് വേണ്ടി നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബെഥസ്ദ മീറ്റിംഗ് തുടങ്ങിയ സമയം ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്ക് പലയിടത്തു നിന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന ഇടത്തു നിന്ന് തന്നെ, ആത്മീകരായിട്ടുള്ളവരിൽ നിന്ന് തന്നെ എനിക്കൊരു ബൗണ്ടറി വെച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കായത് കാരണം, അല്ലെ അന്ന് എന്റെ കൊച്ചു മോൻ കൂടുണ്ടെങ്കിലും ഹല്ലേലൂയ ഇവിടെ ആർക്കും കടന്നു വരാൻ കഴിയത്തില്ല, ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. എനിക്കൊരു ബൗണ്ടറി വെച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ബെഥസ്ദ മീറ്റിംഗ് അങ്ങ് നിർത്തിയേക്കാം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ, എന്നാ പിന്നെ ഞാൻ അങ്ങ് നിർത്തിയേക്കാമെന്ന് ഞാൻ പറഞ്ഞ ഹല്ലേലൂയ വാക്കുകളുണ്ട്. പക്ഷെ അന്നും എന്റെ 2 കുഞ്ഞുങ്ങൾ എനിക്ക് ഒരു താങ്ങായിരുന്നു. അവർ പറഞ്ഞു, മമ്മി എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നത്, മറ്റുള്ളവരുടെ വാക്ക് എന്തിനാ കേൾക്കുന്നത്, മമ്മിയെ ഏൽപ്പിച്ച ശുശ്രൂഷ മമ്മി ചെയ്യ. അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ പ്രിയ മക്കളെ, ഇന്ന് എത്രയോ അമ്മമാരാ, എത്രയോ സഹോദരിമാരാന്നറിയാമോ, വിശ്വാസത്തിലല്ലാത്ത അനേകർ ആ മീറ്റിങ്ങിനകത്ത് കയറുന്നുണ്ട്. ഭാരം അനുഭവിക്കുന്നവർ, വേദന. എപ്പോഴും ഞാൻ സഹോദരിമാരോട് പറയും, ഹല്ലേലൂയ, ഒരു വിധവ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം. ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം. രോഗികൾ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ എന്റെ അടുത്ത് വന്നാൽ എനിക്കറിയാം. കാരണം ഞാൻ ഇതിൽ കൂടി ഒക്കെ കടന്നുപോയതാ. എന്തിനാണെന്ന് അറിയാമോ നമ്മളെ വെട്ടുന്നത്? എന്തിനാ വെട്ടുന്നതെന്ന് അറിയാമോ? വെട്ടുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും, ചെത്തുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. പക്ഷേ ഒരു ഫലം കായ്ക്കും കേട്ടോ, ഫലം കായ്ക്കാനാ. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ പ്രിയ മേരിക്കുട്ടി, എനിക്കൊക്കെ അറിയാം, മധ്യസ്ഥ പ്രാർത്ഥന പറയുമ്പോൾ ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ വിഷയം അങ്ങ് ഏറ്റെടുക്കുക, രോഗികളുടെ വിഷയം ഏറ്റെടുക്കുക, തലമുറയുടെ വിഷയം ഏറ്റെടുക്കുക, സാമ്പത്തിക വിഷയം. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയ മക്കളെ. അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ ഓരോ അനുഭവത്തിൽ കൂടി കടത്തിവിടുന്നത്. അല്ലെങ്കിൽ ഞാൻ വായിച്ചല്ലോ, ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. മടുപ്പ് അനുഭവിക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആരാധിക്കാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവജനം വായിക്കാൻ, ആരാധനയ്ക്ക് പോലും കടന്നു പോകാൻ കഴിയത്തില്ല ഈ മടുപ്പ് വന്നാൽ. എന്നാൽ ക്ഷീണം വരുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്ന് ഹല്ലേലൂയ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയ ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാ. എത്ര ഭൂമിയുടെ പോയി നിന്നു, ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഇനി മുന്നോട്ട് എനിക്കൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ പോലും അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവില പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സാക്ഷിയല്ല ഞാൻ പറയുന്നത്, എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക. പ്രിയ ദൈവമക്കളെ, അനാഥർക്കു പിതാവും വിധവയ്ക്ക് കാന്തനും കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പലരും സഹോദരിമാരെന്നോട് സാമ്പത്തിക വിഷയം പറയുമ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ ഹല്ലേലൂയ, നമുക്ക് കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർ തന്നാൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ദൈവം തുറന്നാലുണ്ടല്ലോ, അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാ. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിപ്പാൻ ദൈവശക്തനാ. നിങ്ങളെ ഹല്ലേലൂയ ഇവിടെ സമയം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഇത്രത്തോളം 17 വർഷക്കാലമായി ഹല്ലേലൂയ കർത്താവ് കരുതി, കർത്താവ് നടത്തി. ഈ ഭവനത്തിന്റെ വിഷയം കൂടി ഞാനൊന്ന് പറയുക. പ്രിയ ദൈവമക്കളെ, ഇത് 2000 ഹല്ലേലൂയ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് അറ്റാക്ക് വന്ന സമയത്ത് പ്ലാൻ വരച്ചതാ. അത് കഴിഞ്ഞ് ഹല്ലേലൂയ 2009 മരിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. IPCയിൽ അതിന് മുമ്പും നടന്നിട്ടില്ല, അതിനുശേഷവും നടന്നിട്ടില്ല. ആ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹല്ലേലൂയ ബാംഗ്ലൂരിൽ അന്ന് സെക്രട്ടറി ആയിരുന്ന, കർണാടക സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്ന KS ജോസഫ് പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ മരിച്ചൊരു വ്യക്തിയാ, വീട് വെക്കണമെന്ന് ഹല്ലേലൂയ താല്പര്യപ്പെടുന്നു എന്ന് പറയുവാനിടയായി. അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് അങ്ങനെയുള്ള ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഇങ്ങനൊരു പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത്
തപ്പിയെടുത്തു കൊടുത്തു. പ്രിയ ദൈവമക്കളെ, 95 വരച്ച പ്ലാനാണ് 2011 എനിക്ക് ഈ വീട്ടിനകത്ത് സെയിം ആ പ്ലാനിൽ തന്നെ ഹല്ലേലൂയ വരച്ച ആ വീട്ടിനകത്ത് എനിക്ക് കയറി താമസിക്കാൻ, റെന്റ് ഇല്ലാതെ, ആരും ഇറക്കി വിടാതെ, ഹല്ലേലൂയ അങ്ങനെ ഒരു ഹല്ലേലൂയ പേപ്പറിൽ എഴുതിയത് ജോജി ഡേറ്റ് സൈഡിൽ ഗോഡ്സ് മിറക്കിള്. ഹല്ലേലൂയ ഞങ്ങൾ വെക്കാത്തൊരു വീട്, കുഴിക്കാത്തൊരു കിണറ് കർത്താവ് ഞങ്ങൾക്ക് തന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് കരുതിയതല്ലാതെ, കർത്താവ് നടത്തിയതല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവദാസിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവമക്കളോ ദൈവദാസന്മാരോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. അവൻ വാക്കുമാറത്തില്ല. മനുഷ്യൻ വാക്കുമാറും, പക്ഷെ കർത്താവ് വാക്കുമാറത്തില്ല. പ്രിയ മക്കളെ, ഒരു കാര്യം പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറയരുത്. ദൈവവുമായിട്ടുള്ള ആ എൻകൗണ്ടർ, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മുടെ കുറയരുത്. അങ്ങനെയെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ലജ്ജ കൂടാതെ മുട്ടിക്കുന്നതെങ്കിൽ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ദൈവം ഹല്ലേലൂയ ഒരു ഭവനം ഞങ്ങൾക്ക് തന്നു. 2 കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ പുറത്തായിരിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി എന്ന് പറയാനല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ബെഥസ്ത ലേഡീസ് പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അത് അനേക സഹോദരിമാർക്ക് ഒരാശ്വാസവും അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കൊച്ചുമോന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു, 4ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ശുശ്രൂഷയുടെ വാതിലുകൾ അവന് വേണ്ടി തുറക്കണം. പ്രൈസ് ദി ലോർഡ്. മൂത്ത 2 കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവുകൾ അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുക. മറ്റൊന്നും നിങ്ങളോട് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥന വിഷയം പറയുന്നില്ല. എന്റെ 4 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ വർദ്ധിച്ചു വരണം. ഈ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും എന്നെ ഓർത്ത്, എന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാത്യു പാസ്റ്ററിനോടും ഷേർലി സിസ്റ്ററിനോടും ഇതിനകത്തുള്ള എല്ലാ ദൈവദാസന്മാരോടും ദൈവദാസിമാരോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.